നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ്. നമസ്കാരം. പ്രശ്നഭരിതമായൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ലോ അക്കാദമി വിഷയം ഇപ്പോഴും പരിഹാരമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തു പറയും? പരിഹാരമുണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. പരിഹാരം ഉണ്ടാകാനുള്ള നിലപാടുകളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. പരിഹാരമുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഏതായാലും കേരളത്തിലെ പൊതുവിൽ ഈ സ്വാശ്രയ അന്തരീക്ഷത്തിൽ പല പ്രശ്നങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു പഠനവും സമീപനവും ആ രംഗത്തുണ്ടാവേണ്ടതുണ്ട്. ആ പ്രശ്നം മൊത്തം കേരളത്തിൻ്റെ ഒരു പ്രശ്നമായി കണ്ട് ഇനി ഇത്തരം പ്രശ്നം ആവർത്തിക്കാതിരിക്കാനുള്ളൊരു നിലപാട് ആണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എടുക്കുന്നത്. സ്വാശ്രയ മേഖലയിലെ മൊത്തം പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് വിവിധ സമിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പഠനത്തിലൂടെ ആ നിർദ്ദേശങ്ങൾ നടപ്പാവുന്നതിലൂടെ അത് സംഭവിക്കും എന്ന് വിചാരിക്കാം. ലോ അക്കാദമിയിലെ വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാൾ ആരോപണ വിധേയയായി. അവരെ നീക്കം ചെയ്യാൻ മാനേജ്മെൻറ്റ് തയ്യാറായി. പക്ഷേ സമരം നടത്തുന്നതിൽ ഒരു വിഭാഗം, ഇപ്പോഴും സമരം തുടർന്നുകൊണ്ടിരിക്കുന്ന വിഭാഗം, അത് അംഗീകരിക്കുന്നില്ല. അവരുടെ രാജി തന്നെ സംഭവിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ADM പോലുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കില്ല, വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചാൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന് ആണ്. ആ വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ താങ്കളാണ്. എന്താ പറയുക? അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഒരു വിദ്യാഭ്യാസ പ്രശ്നം മാത്രമല്ല നിൽക്കുന്നത്. റവന്യൂ പ്രശ്നങ്ങളുണ്ട്, പോലീസ് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിന് അത് മുഴുവൻ നമുക്ക് പറയാൻ കഴിയില്ല. അതിനല്ലാതെ ഒറ്റയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി മാത്രം എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ല, ഒരു കൂട്ടായ തീരുമാനം എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. ആ രീതിയിൽ ആ പ്രശ്നം വളർന്നു കഴിഞ്ഞു. അപ്പം അത്തരത്തിലുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് മാത്രമേ എന്ത് ചെയ്യണം എന്നുള്ളൊരു നിലപാടെടുക്കാൻ ഇപ്പോൾ കഴിയുള്ളൂ. ഇപ്പോൾ സമരരംഗത്തുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കെ മുരളീധരനുണ്ട്, BJPയുടെ VV രാജേഷുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയ്ക്ക് ഒരു കോളേജിന് മുന്നിൽ അവർ തന്നെ സമരം നടത്തുന്നു. സർക്കാരിൻ്റെ മറുവശത്ത് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിക്കേണ്ടവരായി നിൽക്കുന്നത് ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് BJPയുമാണ്. ഈ രാഷ്ട്രീയ കക്ഷികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതിന് പരിഹാരം കാണാനുള്ള എന്തെങ്കിലും ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അത് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതാണ് തീർച്ചയായിട്ടും അതിനു മുമ്പ് ഒരു ശ്രമം നടന്നതാണത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് എല്ലാവരെയും ഒന്നിച്ച് വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. പക്ഷേ അവിടെ പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് സമരം മറ്റൊരു തലത്തിലേക്ക് വളർന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിലൊരു ആലോചന തീർച്ചയായിട്ടും കൂടിയായിട്ട് ഭരണകൂടം തന്നെ ആലോചിച്ച് ആ നടപടി ആരെയൊക്കെ ഉൾക്കൊള്ളിക്കണം, എന്ത് വേണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഇതിലൂടെ പുറത്തു വരുന്നത് ഒരു പരമ്പരാഗത അർത്ഥത്തിലുള്ള സ്വാശ്രയ കോളേജാണ് ലോ അക്കാദമി. പുതിയ രീതിയിൽ പുതിയ കാഴ്ചപ്പാടോടുകൂടി പിന്നീട് രൂപം കൊണ്ട സ്വാശ്രയ കോളേജുകളും ഉണ്ട്. അവിടെയൊക്കെ ആരോപണ വിധേയരായ ആരെങ്കിലും പ്രിൻസിപ്പൽ പോലുള്ള ഒരു സ്ഥാനത്തിലിരിക്കുകയും ആരോപണത്തിന് ഇരയാകുന്ന തരത്തിലുള്ള നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്താൽ നിയമത്തിൻ്റെ പല കസ്റ്റോഡിയന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാരിന് ഇടപെടാൻ കഴിയില്ല എന്നൊരവസ്ഥ, ഏറ്റവും ചുരുങ്ങിയത് സ്വാശ്രയ കോളേജുകൾ വെള്ളരിക്ക പട്ടണത്തിൻ്റെ സ്ഥിതിയുണ്ട് എന്നൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഒരു പരിധിവരെ ശരിയാണത്. അതിൻ്റെ കാരണം ഈ സ്വാശ്രയ കോളേജ് ആരംഭിച്ച കാലത്ത് തന്നെ അത് യഥാർത്ഥത്തിലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടല്ല ആരംഭിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ റൂട്ട് കോസ് അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയാൽ ഈ പ്രശ്നം നാളെ പരിഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആരംഭിച്ച നിയോലിബറൽ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന ആശയം വന്നത്. അതിനെ തുടർന്നാണ് കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഈ സ്വാശ്രയ കോളേജുകൾ വന്നത്. ആ പോളിസി തന്നെ പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷന് എതിരാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ എഡ്യൂക്കേഷന് പരസ്പര പൂരകമായിട്ട് ഈ സ്വകാര്യ മേഖല തുടങ്ങാൻ അല്ല അന്ന് ആശയമുണ്ടായിരുന്നത്.
അപ്പം അങ്ങനെ ഒരു ആശയലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച സ്വാശ്രയ കോളേജുകൾ സർക്കാരിൻ്റെ സ്വാധീനത്തിൽ നിന്നും വളരെ അകന്നാണ് രൂപപ്പെട്ടത് എന്നുള്ളത് ചരിത്രം പഠിച്ച ആർക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പരിമിതി സർക്കാരിനുണ്ട്. ആ പരിമിതി എങ്ങനെ മറികടക്കണം, എങ്ങനെ ഇവരെ സാമൂഹ്യവൽക്കരിക്കാം എന്നുള്ളതാണ് ഭാവിയിൽ ഉണ്ടാവേണ്ട ചിന്തകൾ. ഇപ്പോഴത്തെ നിലയ്ക്ക് സർവകലാശാലയിലുള്ള അഫിലിയേഷനാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗവുമായിട്ട് ഒരു ബന്ധം ഉള്ളത്. സർക്കാരിന് നേരിട്ട് ഈ പറയുന്ന സ്വാശ്രയ കോളേജുകളിലുള്ള സ്വാധീനം നിയമപരമായിട്ട് വളരെ കുറവാണ്. ഇതാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു സംഭവം. മാഷ് നേരത്തെ പറഞ്ഞു സ്വാശ്രയ കോളേജുകൾ ഒരു പുതിയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്ന്. ആ വരവ് ഒരു പ്രത്യേകതരം വരവായിരുന്നു. വലിയ തിളക്കത്തോടു കൂടി സ്വാശ്രയ കോളേജുകൾ ഉണ്ടാവുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ വരുന്നു. മികവിൻ്റെ ഒരു പുതിയ കേന്ദ്രങ്ങളായിട്ട് ചില വിദ്യാലയങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ലോകോത്തര നിലവാരത്തിൽ മത്സരിക്കാൻ പോകുന്ന പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഇവർ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു പകിട്ടോടു കൂടിയായിരുന്നു അവരുടെ വരവ്. അതിനാണ് ഇപ്പോൾ ഇടിവ് തട്ടിയിരിക്കുന്നത്. മാനേജ്മെൻറ്റുകളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, പക്ഷെ അവരോടൊന്നും ഞങ്ങൾ സംസാരിക്കാനില്ല, വിദ്യാഭ്യാസ മന്ത്രിയോടെ സംസാരിക്കാനുള്ളൂ എന്ന് സമരം ചെയ്യുന്നവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും ജനകീയ വിശ്വാസത്തിൻ്റെ ആധികാരികതയുള്ള കേന്ദ്രം ജനപ്രതിനിധികൾ തന്നെയാണ്, സർക്കാർ തന്നെയാണ് എന്നാണ്. മാനേജ്മെൻറ്റുകൾക്ക് തെറ്റുപറ്റിയാൽ, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് തെറ്റുപറ്റിയാൽ സർക്കാർ ഇടപെടണം എന്നൊരു സാമൂഹ്യ സന്ദേശം അതിലുണ്ട്. ഈ ഒരു അവസ്ഥ മുൻനിർത്തി നേരത്തെ സംഭവിച്ച സ്വാശ്രയ കോളേജുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്താൻ ഉതകുന്ന നയപരമായ ഇടപെടൽ, അതിന് ഒരു വിദ്യാഭ്യാസമൊക്കെ കൺകറന്റ് ലിസ്റ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഈ ദേശീയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ ഇടപെടാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ആരായുമോ? 100% ഉണ്ടോ എന്നല്ല, അതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഇത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ എങ്ങോ എത്തിക്കും എന്നൊരു തെറ്റായ ധാരണയിലൂടെ ആരംഭിച്ചതാണ്. അത് എത്തിക്കില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുക. അതിൻ്റെ അർത്ഥം സ്വാശ്രയ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെയാണ് എന്നൊന്നുമില്ല. ഒരു അങ്ങനെ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ചില സ്ഥലങ്ങളിൽ ഉണ്ടായേക്കാം, അല്ലാതെ അതെല്ലാം നല്ല നടക്കുന്ന കോളേജുകളുണ്ട്. പക്ഷേ സം ടോട്ടൽ ഇപ്പോൾ ഒരു ആശയം വന്നിരിക്കുന്നത് അത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം അതിൽ തകർക്കുന്നു എന്നാണ്. ആ ആശയം വരാനുള്ള കാരണം 2 തരത്തിലുള്ള വിദ്യാഭ്യാസ നയം പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ഒന്ന് കമേഴ്സ്യൽ എഡ്യൂക്കേഷനും മറ്റൊന്ന് പബ്ലിക് എഡ്യൂക്കേഷനും. ഇത് തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷത്തിന് വരുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഇതുവരെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറും എഡ്യൂക്കേഷൻ, അതൊരു സർക്കാർ ഇടപെട്ട എഡ്യൂക്കേഷൻ ആയിരുന്നു എന്നുള്ള ആ വിദ്യാഭ്യാസത്തിൻ്റെ ഹാങ് ഓവറിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും സർക്കാർ ഇടപെടണം എന്നുള്ള വാക്ക് വരുന്നത്. സ്വാഭാവികമാണ്, ചരിത്രത്തിൻ്റെ ഓഫ് ഷൂട്ടാണത്. ഭരണകൂടമാണ് ഇടപെടേണ്ടത് എന്നുള്ളത്. ഭരണകൂടം വിദ്യാഭ്യാസത്തിൽ ഇടപെടണം എന്നൊരു നയമുള്ള കേരളമാണ്. ഇടയ്ക്ക് ഭരണകൂടം ഇടപെടാത്ത ഒരു സംഭവം വന്നുപോയി എന്നുള്ളതാണ് പ്രശ്നം. ആ ഡീവിയേഷനാണ്, അതിനായിട്ട് തിയററ്റിക്കൽ പോയിന്റ്. പക്ഷേ ഇപ്പോഴും കേരളം ആഗ്രഹിക്കുന്നു സർക്കാർ ഇടപെടുന്ന, പൊതുജനം ആഗ്രഹിക്കുന്ന സർക്കാർ ഇടപെടുന്ന വിദ്യാഭ്യാസ മേഖല വേണമെന്നുള്ളത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിഫ്ലക്സാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. ഇതിനു മുമ്പും ഈ സമരകാലത്തൊക്കെ വന്നിട്ടുണ്ട്. ആ പരിമിതിയൊക്കെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഇടപെടണം എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഇത് നല്ലൊരു കോണ്ടെക്സ്റ്റാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സർക്കാർ ഇടപെടേണ്ടതുണ്ട് എന്ന് വന്നത് സർക്കാർ ഇടപെടാവുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ, ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരെയും വിളിക്കുകയും അതിനു മുമ്പ് ക്യാബിനറ്റിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയും ചെയ്തതാണ് ഒരു കമ്മീഷൻ വെക്കണം എന്നുള്ളത്. ലോ കോളേജിനെ സംബന്ധിച്ച് വേറെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഭൂമി പാട്ടത്തിന് കൊടുത്തു, അത് പിന്നീട് വിട്ടുകൊടുത്തു. അത് പിന്നീട് അന്ന് ആവശ്യത്തിനുള്ള ഭൂമിയാണ് കൊടുത്തിരുന്നതെങ്കിലും പോലും പിന്നീട് അത്ര ഭൂമി വേണ്ട എന്ന് കണ്ടു. അധിക ഭൂമി തിരിച്ചെടുക്കണം എന്ന് പറയുന്നു. അവർ തന്നെ ട്രസ്റ്റ് എന്ന നിലയ്ക്ക് വാങ്ങിയ മറ്റൊരു ഭൂമിയിൽ അനധികൃതമായിട്ട് ഫ്ലാറ്റ് കെട്ടി എന്ന പ്രശ്നങ്ങൾ വന്നു. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമല്ല, അത് വേറിട്ട് തന്നെ കാണേണ്ടതാണ്. അത് വേറെ തന്നെ അഡ്രസ്സ് ചെയ്യുമോ? ലോ അക്കാദമി എന്ന ഒരു സ്ഥാപനം ഒരു കാലത്ത് ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി ഗവർണർ അടക്കം ഉള്ള ആളുകൾ അംഗങ്ങളായി ഉള്ള ഒരു ട്രസ്റ്റോടുകൂടി വന്ന് അതൊരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് പോയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം വരെ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്.
ഇതെല്ലാം കൂടി വേറെ തരത്തിൽ അഭിമുഖീകരിക്കുന്നു. അത് ലോ അക്കാദമിയിൽ മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ എവിടെ വന്നാലും ഭരണകൂടം ഇടപെടേണ്ടതാണ്. ആ രീതിയിൽ അത് ഇടപെടും, അത് സംശയമില്ല. പക്ഷേ അത് വിദ്യാഭ്യാസ വകുപ്പിന് ഇടപെടാൻ പറ്റാത്ത ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച് വളരെ കറക്റ്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് മേഖലയിൽ പ്രശ്നങ്ങൾ കടന്നു വന്നത് അക്കാഡമിക്സിൽ മാത്രമാണ് വിദ്യാഭ്യാസം എന്ന രീതിയിൽ, വിദ്യാഭ്യാസ വകുപ്പ് എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്നത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരമല്ല ചോദിക്കുന്നത്, ഒരു മന്ത്രിസഭ അംഗത്തിന്റെ തീർച്ചയായിട്ടും താങ്കളുടെ മന്ത്രിസഭ ഇക്കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് വേറിട്ട് വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണും, സംശയമില്ല. കാരണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അതായത് നിയമവിരുദ്ധമായിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പരിശോധിക്കില്ല, സംശയമില്ലല്ലോ. ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ സർവകലാശാലയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഏതെങ്കിലും ചട്ടവിരുദ്ധമായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ ശക്തമായ നിലപാടെടുക്കണം തന്നെയുണ്ട്. അത് അക്കാഡമിക് രംഗത്ത് മാത്രം നിലപാടല്ല, അത് മറ്റേത് വകുപ്പിലും അത്തരത്തിലുള്ള തെറ്റായ നിലപാടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കുന്നുള്ള സൂചന തന്നെയാണത്. നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ദൗർഭാഗ്യകരമായ സ്ഥിതി ഉണ്ടായി. അതേ തുടർന്നുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വന്നത് ആ കോളേജിൽ ഇടിമുറി പോലുള്ള പ്രാകൃത സംവിധാനങ്ങളുണ്ട് എന്നാണ്. മറ്റൊരിടത്ത് ആ വിദ്യാർത്ഥിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടൊരു പ്രകടനം നടത്താനുള്ള ഒരു അനുമതി നിഷേധിക്കപ്പെട്ടതിൽ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടിച്ചിതറി ആ കോളേജിന്റെ നിലനിൽപ്പ് തന്നെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സംഭവ പരമ്പരകൾ ഇവിടുത്തെ സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് എന്തെങ്കിലും സാമൂഹ്യ സന്ദേശം കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മന്ത്രി എങ്ങനെയാണ് അത് വായിക്കുകയും അവരോട് പറയുകയും ചെയ്യുക? അവരൊരിക്കലും കുട്ടിയുടെ ആത്മഹത്യയിലേക്കുള്ള പ്രേരണ എന്നത് പോയിട്ട് ഒരു കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇടപെടരുത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എന്നും പറയാറുണ്ട്, കുട്ടിയുടെ മനസ്സിൻ്റെ ആഹ്ലാദമാണ് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടേണ്ടത്. തുറന്ന മനസ്സും സ്വതന്ത്രമായ മനസ്സും മാത്രമേ അവനവൻ്റെ സർഗ്ഗശേഷി പ്രകടിപ്പിക്കാനുള്ള ബേസ് ഉണ്ടാക്കുള്ളൂ. ഭയപ്പെട്ട് ഒരിക്കലും ഒരു കുട്ടിയും പഠിക്കില്ല. കുട്ടിയെ പഠിപ്പിച്ചും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും റിസൾട്ട് ഉണ്ടാക്കാമെന്ന് കരുതുന്നത് 100% തെറ്റാണ്. ഒരിക്കലും കഴിയില്ല. അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അവിടെ കുട്ടിയുടെ മനസ്സ് വല്ലാതെ പ്രകോപനപരമായി പ്രതികരിക്കും. ആ പ്രതികരണങ്ങളാണ് ഈ പല കോളേജുകളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അത് നൽകുന്ന സന്ദേശം, ഞാൻ കിട്ടിയ അവസരങ്ങളിലും കൊടുത്ത സന്ദേശം, കുട്ടിക്ക് പഠിക്കാനുള്ള സ്വതന്ത്രമായ അന്തരീക്ഷം ഉണ്ടാക്കലാണ് അക്കാഡമിക് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനെതിരെയുള്ള ഏത് നിലപാടുകളും ക്രിമിനൽ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നെഹ്റു കോളേജിൽ അന്വേഷണം റിപ്പോർട്ട് കിട്ടിയ അന്ന് വൈകുന്നേരം ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുത്തത്. അതായത് സർവകലാശാല KTUവിൻ്റെ പ്രതിനിധി അവിടെ പിറ്റേ ദിവസം തന്നെ വിട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ അത് കോപ്പിയടി അല്ല എന്നുള്ളൊരു പ്രാഥമിക നിഗമനം സർക്കാരുണ്ട്. അപ്പോൾ തന്നെ അത് അക്കാദമിക് രംഗത്തെ പ്രശ്നമല്ല എന്ന് ബോധ്യമായി. അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഉടൻ വേണ്ടത് അവിടെയാണ് സർക്കാർ എല്ലാ മേഖലയിലും പ്രതികരിക്കുന്നത് വളരെ വ്യക്തമായി സൂചന നൽകിക്കൊണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൊടുത്തത്. ടോംസ് കോളേജിൻ്റെ പ്രശ്നം വരുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളെ ആകെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ ആശ്രയിക്കുന്ന ഏജൻസി സാങ്കേതിക സർവകലാശാല, അതിൻ്റെ ആധികാരികതയും വിശ്വാസ്യതയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു സിസ്റ്റവും ഇല്ലാത്ത ഒരു കുത്തഴിഞ്ഞ ഏർപ്പാട്, ആവശ്യത്തിന് ആളുകൾ പോലും ഇല്ലാത്ത ഒരു സർവകലാശാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സർവകലാശാലയാണ്. അതുമായി ബന്ധപ്പെട്ട ഒന്നുമില്ലാത്ത ഒരു തട്ടിപ്പ് ഏർപ്പാട്, അനർഹർക്ക് അഴിമതിയിലൂടെ അംഗീകാരം കൊടുക്കുന്ന ഒരു വൃത്തികെട്ട സംവിധാനമാണ് അത് എന്ന പൊതുബോധ്യമാണ് നിലനിൽക്കുന്നത്. എങ്ങനെ ഇത് അഴിച്ചുപണിയും? ഈ ഈജിയൻ തൊഴുത്ത് എങ്ങനെ വൃത്തിയാക്കും സാർ? അത് തിരുത്തി എഴുതാൻ തന്നെയാണ് സർക്കാർ പുറപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ എല്ലാ പേപ്പേഴ്സും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ KTUവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ തുടരുകയാണ്. ആ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ജനാധിപത്യവൽക്കരിക്കപ്പെടണം. അതിൽ നിരവധി അക്കാഡമിക് സമിതികളുണ്ടാകണം. അപ്പം അത്തരത്തിലുള്ള ഒരു അഴിച്ച് പണി എന്ന് മാത്രമല്ല, പൂർണ്ണമായിട്ട് അതങ്ങ് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ KTUവിനെ മാറ്റാനുള്ള നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ടോംസ് കോളേജിൻ്റെ ഇഷ്യൂ വരുന്ന നേരത്ത് നിലവിലുള്ള KTU തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് KTU വഴിക്ക് അത് അങ്ങനെ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് അന്വേഷണം നടത്തുന്നത്. തീർച്ചയായും സാങ്കേതിക സർവകലാശാല പൂർണ്ണമായിട്ടും
ജനങ്ങളുടെ മനസ്സിലുള്ളൊരു സങ്കല്പത്തിനനുസരിച്ച് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട അക്കാദമിക് സമിതികളുള്ള മോണിറ്ററിംഗ് സമിതികളുള്ള ഒരു 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 സർവകലാശാലയായിട്ട് തന്നെ അതിന് മാറ്റും. പല പല കോളേജുകളിൽ നിന്നും ചെറുതും വലുതുമായ ഗൗരവമുള്ളതും അത്ര കണ്ട് ഗൗരവമില്ലാത്തതുമായ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ മാധ്യമങ്ങളൊക്കെ അറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ ഇതിന് പരിഹാരമുണ്ട് എന്ന തരത്തിൽ മാധ്യമങ്ങളിലേക്കൊക്കെ അവർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഈ ആവലാതികൾ സർക്കാരിന് തന്നെ ഏറ്റെടുക്കാനും ഏതൊരു പ്രൊഫഷണൽ കോളേജിലും ഏതൊരു കുട്ടിയും എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളെ വിളിക്കൂ, ഞങ്ങളെ ബന്ധപ്പെടൂ എന്നൊരു വാഗ്ദാനം കൊടുക്കാനും ഈ പരിപാടിയിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾ തയ്യാറാണ്? തീർച്ചയായിട്ടും കേരളത്തിലെ സ്വാശ്രയ മേഖലയിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ മനസ്സനുസരിച്ച് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കാൻ തയ്യാറാണ്. ഒരു സംശയമില്ല, ഒരു സംശയം വേണ്ട. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടപെടാനുള്ള അധികാരത്തിൻ്റെ പരിമിതി മാത്രമല്ല, ഇതെങ്ങനെ ആ പരിമിതിക്കുള്ളിൽ നിന്നും കേന്ദ്ര നിയമത്തിലൊക്കെ ഉള്ളിൽ നിന്നും ഇത് മാറ്റാം എന്നുള്ള ഒരു പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് ഈ കമ്മീഷൻ വെക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വീണ്ടും തന്നെ ആവർത്തിക്കുകയുള്ളൂ. വളരെ അതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പലപ്പോഴും അതാണ് എന്താ എന്ന് ചോദ്യം വരുന്നത്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. പല കോടതി ഇടപെടലുകളുണ്ട്, പലതരത്തിലും ആശ്രയ മേഖല ഇടപെട്ടിട്ടും കോടതി വിധികൾ പലതും വന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വളരെ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചും ഈ കാര്യം ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയം. ഇപ്പം എന്താണ് ഈ പല കുട്ടികളും പറയുന്നത്, സർക്കാർ ഇടപെടാനും സർക്കാർ സ്വാശ്രയ മേഖലയെ നിയന്ത്രിക്കാനും തയ്യാറുണ്ട് എന്ന് ബോധ്യമുണ്ടായത് കൊണ്ടാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത്. സ്വാശ്രയ മേഖലയ്ക്ക് അനുകൂലമായൊരു നിലപാട് സർക്കാർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരും അത് പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. സ്വാശ്രയ മേഖലയ്ക്ക് ഒരു പ്രശ്നം വന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടേണ്ടത് നെഹ്റു കോളേജിൽ ഇടപെട്ടില്ലേ. അതുമാത്രമല്ല, ലോങ് റണ്ണിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ പറഞ്ഞൊരു കമ്മീഷൻ വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇടപെടേണ്ട മേഖലയിൽ ടോംസിൽ ഇടപെട്ടു, വിതിൻ നോ ടൈം അത് വിജിലൻസിന് കൊടുത്തു കഴിഞ്ഞു, മറ്റേത് ക്രൈം ബ്രാഞ്ചിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ ഈ സ്വാശ്രയ കോളേജുകളിൽ ഇടപെടുന്നത് തന്നെ ഒരു പ്രതീക്ഷ ജനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയാണ് പലപ്പോഴും ആവലാതികളായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് അത് മുഴുവൻ കേൾക്കാൻ സന്തോഷമേ ഉള്ളൂ. കാരണം പരിഹരിക്കാൻ പോകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അറിയണം. പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് യഥാർത്ഥത്തിൽ അറിഞ്ഞാലേ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അറിയുന്നത് സർക്കാരിന് നല്ലതാണ്. ആ അറിവിൻ്റെ വെളിച്ചത്തിലും ചരിത്രത്തിലെ പല കുറവുകളുടെ വെളിച്ചത്തിലും നിലവിലുള്ള നിയമങ്ങളുടെ വെളിച്ചത്തിലുമാണ് ഇതെല്ലാം നാളെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പരിഹരിച്ച് കേരളത്തിലെ സ്വാശ്രയ കോളേജുകളിൽ ഒരു ഭയവുമില്ലാതെ സ്വതന്ത്രമായി കുട്ടിക്ക് പഠിക്കാനുള്ള ഭൗതിക അന്തരീക്ഷവും അക്കാദമിക് അന്തരീക്ഷവും സർക്കാർ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിന് നൽകുന്ന ഉറപ്പാണ്. ഈ പ്രശ്നങ്ങളുണ്ടായ ഒരു കോളേജിന് മുമ്പിൽ നമ്മളത് നേരത്തെ പറഞ്ഞു, 2 രാഷ്ട്രീയ നേതാക്കൾ നിരാഹാരം നടക്കുകയാണ്. ഒരാൾ മാറിയിട്ട് അയാൾക്ക് പകരം മറ്റൊരാൾ വന്നിരിക്കുകയാണ്. 2 പേര് ഇപ്പോൾ നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? ആരെങ്കിലും രാഷ്ട്രീയമായിട്ട് ഇത് മുതലെടുക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? അതോ അത് രാഷ്ട്രീയ വിഭജിതമായ ഒരു സമൂഹത്തിൽ അത് സ്വാഭാവികമാണ്? സ്വാഭാവികമായിട്ടൊരു സ്വാഭാവിക ഓഫ്ഷൂട്ട്, ഒരു ഡൈവേഴ്സിറ്റി ആണല്ലോ ഈ ജനാധിപത്യത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് ഞാൻ ഈ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ, അതായത് സ്വാശ്രയ മേഖലയിലുള്ള രാഷ്ട്രീയ ആശയമാണല്ലോ ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ ജനകീയ ആശയോൽപാദനത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നിലപാടുകളെ തിരുത്തി വരാൻ കഴിയുള്ളൂ. കാരണം ജനമാണല്ലോ ഇതിൽ സമരം ചെയ്യുന്നു എന്നുള്ളത് ആശയം ജനങ്ങൾക്ക്, അത് തിരുത്തുമെന്നുള്ള സർക്കാരിൻ്റെ വേറൊരു ആശയം. ഈ ആശയങ്ങളെല്ലാം ജനങ്ങൾ സ്വാംശീകരിച്ചിട്ടാണ് അവരുടെ ഒരു ആശയോൽപാദനം ഉണ്ടാക്കുക. ആ രീതിയിലാണ് അതിനെല്ലാം രാഷ്ട്രീയ പരിഹാരം ഉണ്ടാവുക. എപ്പോഴും സാമൂഹിക ആശയോൽപാദനത്തിലൂടെ ഉണ്ടാവുന്ന സമരത്തിന് സാധാരണ ഒരു തീരുമാനം ഉണ്ടാവുക. ആ രീതിയിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചറിവിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ പ്രക്രിയയിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് സ്വാശ്രയ മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്ന കാഴ്ചപ്പാട് തന്നെയാണോ വിദ്യാർത്ഥി യൂണിയനുകൾ, കോളേജ് യൂണിയനുകൾ സ്വാശ്രയ കോളേജിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന മന്ത്രിസഭയുടെ കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലും
ജനാധിപത്യപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. കാരണം ജനാധിപത്യ സമൂഹത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തലമുറയാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തലമുറ ജനാധിപത്യ സംസ്കാരത്തിലൂടെ വളർന്നില്ലെങ്കിൽ പരസ്പര പൂരകമായി അവർ വരില്ല. സമൂഹം ജനാധിപത്യ സമൂഹമാണ്. എല്ലാ ജനാധിപത്യ ആക്ടിവിറ്റീസിലും ജീവിതം മുഴുവൻ അവർ നിറഞ്ഞു നിൽക്കാൻ പോവാണ്. അപ്പോൾ ക്യാമ്പസിനകത്ത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ജനാധിപത്യ ആശയം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ സ്വാഭാവികം അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തലമുറ ഈ ജനാധിപത്യ സമൂഹമായിട്ട് പരസ്പര വിരുദ്ധമായിട്ടാണ് നിൽക്കുക. പല പ്രശ്നങ്ങളും അതുപോലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത്തരം പല മറ്റേ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലും എല്ലാം ഉണ്ടാക്കുന്ന പല ഇത്തരത്തിലുള്ള ജനാധിപത്യ ബോധം കുറവുള്ള ചില ഉൽപ്പാദിപ്പിക്കപ്പെട്ട തലമുറ, അതിൽ നിന്നുണ്ടാകുന്ന ചില ആശയ സംഘർഷങ്ങളാണ് ഇന്നൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് നമ്മൾ പൊതുവിൽ കാണുന്നത്. അതുകൊണ്ട് ക്യാമ്പസുകളൊക്കെ ജനാധിപത്യവൽക്കരിക്കപ്പെടണം. പകുതി പ്രശ്നം തീരും. രാഷ്ട്രീയം നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലാണ് രാഷ്ട്രീയമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ വിവിധ നിലപാടുകളെടുത്ത രാഷ്ട്രീയ കക്ഷികളുമായി ഒരു ചർച്ചയ്ക്ക് കേരള സർക്കാർ തയ്യാറാകുമോ? ഒരു വശത്ത് കോൺഗ്രസ്, മറ്റൊരു വശത്ത് BJP, AISF ഒക്കെ ചില നിലപാടുകൾ എടുത്തിട്ടുള്ളത് കൊണ്ട് CPI പോലും അടങ്ങുന്ന LDFനുള്ളിലെ CPI പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ കൂടി ഉൾപ്പെട്ട് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഈ പ്രശ്നങ്ങൾ ആകെ കൂടി അതിൻ്റെ സാകല്യത്തിൽ ചർച്ച ചെയ്ത് തീർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ? ഞങ്ങൾക്കത് പ്രതീക്ഷിക്കാമോ? അത് ഞാൻ നേരത്തെ തുടക്കം തന്നെ അതാണ് സൂചിപ്പിച്ചത്. അത് ഒറ്റയ്ക്കൊരു വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്, ഒരു ആലോചനയുടെ ഭാഗമായിട്ട് അതിന് ഒരു നിലപാട് എടുക്കാം. അങ്ങനെ ഒന്നാണ് പരിഹാരത്തിൻ്റെ ഒരു വഴി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ജനാധിപത്യ സമാജത്തിന്റെ ഇടപെടലാണ് ശരി എല്ലാത്തിലും. അത് ഇത് ഈ പറഞ്ഞതൊരു ജനാധിപത്യ ഇടപെടലാണല്ലോ. അപ്പോൾ ജനാധിപത്യ രംഗത്ത് ജനാധിപത്യ ഇടപെടൽ തന്നെ പരിഹാരമുള്ളൂ എന്നുള്ളത് ശരിയാണ്. അതാണ്. പക്ഷേ അത് ഒരു ആക്ഷൻ എന്ന രീതിയിൽ ഒരു 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 വലിയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒറ്റയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് പറയാൻ അങ്ങനെ പാടില്ല. അത് മറ്റൊരു ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. അതിലും ഒരു ജനാധിപത്യ സ്വഭാവം വേണമല്ലോ. ഒരു പൊതുവായ കൂട്ട് തീരുമാനമായാലും ആ ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും. ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള ഉത്തമ വിശ്വാസം തന്നെയാണ്. അക്കാഡമിക്സിനാണ് പ്രാധാന്യം എന്നെല്ലാവരും ചിന്തിക്കണമേ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയ്ക്ക്. അത് സ്വാശ്രയ സ്ഥാപനമായാലും അല്ലെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ടത് ജനാധിപത്യ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള അക്കാഡമിക്സാണ്. അക്കാഡമിക്സിലാണ് കൂടുതൽ അത് വളരാനാണ് നമ്മളെല്ലാം ഈ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധം എല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായും വളരെ സന്തോഷം.